ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും പിന്നെ എൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും വരുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് കളറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് ഏകദേശം 20 രൂപ എന്തോ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഒരു 100 പീസ് ഇതിൽ കാണും. ടിഷ്യൂ പേപ്പർ പല റേറ്റുള്ളതുണ്ട് കേട്ടോ. ഇത് വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പാക്കറ്റാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് 2 ക്ലീൻ റാപ്പുകളാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസുകളൊക്കെ കൊറിയർ അയക്കുന്ന സമയത്ത് ഇത് എന്തായാലും കയ്യിൽ വേണം. കൊറിയർ അയക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് എൻഗേജ്മെൻറ്റ് ഹാമ്പറുകളൊക്കെ ചെയ്യുന്ന സമയത്തും സ്വീറ്റ്സൊക്കെ റാപ്പ് ചെയ്യാനും അതല്ലെങ്കിൽ നട്ട്സിൻ്റെ ഹാമ്പറൊക്കെ റാപ്പ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ക്ലീൻ റാപ്പുകൾ വേണം. അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ ചിലപ്പോൾ തികയാറില്ല. അപ്പോൾ അതുകൊണ്ട് 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ജിപ്സം ഫ്ലവേഴ്സാണ് കേട്ടോ. നമുക്ക് ബൊക്കെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഹാമ്പറൊക്കെ ചെയ്യുന്ന സമയത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത്. ഇത് ചെറിയ ബഞ്ചായിട്ടും കിട്ടും, വലിയ ബഞ്ചായിട്ടും കിട്ടും. ഇത് ഏകദേശം കാണുമ്പോൾ സെയിം തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ചെറിയ ബഞ്ചിന് ഏകദേശം 15 രൂപയൊക്കെ ഉള്ളൂ, 10 രൂപ 15 രൂപ ഒക്കെ ഉള്ളൂ. വലിയ ബഞ്ചിന് 70 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ. 2 കളറേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഗ്ലൂ ഇതിൽ തന്നെ വരുന്ന ഒരു സ്റ്റിക്കർ ടൈപ്പ് ഗ്ലിറ്റർ ഫോം ഷീറ്റാണിത്. ഇത് റേറ്റ് 12 രൂപ ഒരു പീസിന് വരുന്നുള്ളൂ. ഈ ഒരു പേപ്പർ കളഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ എക്സ്ട്രാ ഗ്ലൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കളർ പേപ്പറുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലോ, അപ്പോൾ ഇനി കുറച്ചധികം തന്നെ വാങ്ങി വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. സ്കൂളിലേക്ക് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് തന്നെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കളർ പേപ്പറൊക്കെയാണ് എടുക്കാറുള്ളത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു പാക്കറ്റ് ബാംബൂ സ്ക്യൂറാണ് കേട്ടോ. ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വേറെ ക്രാഫ്റ്റ് ആവശ്യങ്ങൾക്ക് വാൾ ഡെക്കറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കിത് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പല സൈസിലുള്ള ബാംബൂ സ്ക്യൂറുണ്ട്. ഇതിനേക്കാളും ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനേക്കാളും എണ്ണം കൂടുതലുള്ള പാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു അത്ര ചെറുതും വലുതും അല്ലാത്തൊരു പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു പാക്കറ്റ് ടൂത്ത് പിക്കാണ് കേട്ടോ. ചെറിയ ടൈപ്പ് ടൂത്ത് പിക്ക്. ഇതാ ഇത്രയധികം പീസുകൾ വരുന്നുണ്ട്. ഇത് വെച്ചിട്ടും എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലുള്ള പോപ്പ് സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലുള്ള ഓരോ കെട്ടിന് 10 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള വാൾ ഡെക്കറൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിൻ്റെയൊക്കെ ഓരോ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും. പിന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ഗ്ലൂ ഗണ്ണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് എൻ്റെ കയ്യിലുണ്ട്. അതിലേക്കുള്ള സ്റ്റിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു 3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ പല ആവശ്യങ്ങൾക്കും നമുക്ക് പല ടൈപ്പിലുള്ള ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് പെയിൻറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സാണിത്. പിന്നെ ഇതും തന്നെ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് പെയിൻ്റ് ആണ്. ഇത് ഒരു ബോക്സിൽ വരുന്നത് സാധാ നോർമൽ കളേഴ്സുകളാണ് കേട്ടോ. ഇത് ഒരെണ്ണം വീതം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇതിപ്പോൾ ഒരു ബോക്സ് മുഴുവനായിട്ട് വാങ്ങിച്ചപ്പോൾ 80 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ ഇത് പേൾ കളേഴ്സുകളാണ് കേട്ടോ. അതിനേക്കാളും ഒന്നുകൂടെ ഒരു ഷൈനിങ് ഉള്ള ഒരു ടൈപ്പ് കളേഴ്സുകളാണ്. ഇതിപ്പോൾ 6 കളേഴ്സ് ഉള്ളെങ്കിലും നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് പല കളേഴ്സ് നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഗ്ലാസ് കളേഴ്സാണ്. ഇത് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല.
മുമ്പൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തീർന്നപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് വലിയ ഐഡിയ ഒന്നും മനസ്സിൽ തോന്നണില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസിൻ്റെ കുറവ് വേണ്ടല്ലോ, അപ്പോൾ അത് കരുതിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ഹെയർ ബാൻഡുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇതേപോലെ മെറ്റലിൻ്റെ ടൈപ്പ്. ഞാനിവിടെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ ചിലപ്പോൾ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഹെയർ ബാൻഡ് കൂടെ ചെയ്ത് തരാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ തീരെ ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അല്ലാത്തവർക്ക് ഇതേപോലുള്ള ഹെയർ ബാൻഡിൽ നമ്മൾ ഫ്ലവറോ അതല്ലെങ്കിൽ ബോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു പീസിന് 10 രൂപ എന്തോ റേറ്റ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഫ്രോക്കിലേക്ക് മാച്ച് ആയിട്ടുള്ള ടിക് ടാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടിക് ടാക്കുകൾ വാങ്ങിയിട്ടുള്ളത്. കുഞ്ഞു ബോ അതല്ലെങ്കിൽ കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ ഫ്രോക്കിലേക്ക് മാച്ച് ആയിട്ടുള്ള നല്ല ടിക് ടാക്കുകൾ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. 2 ബോർഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള കുറച്ച് ഹെയർ ബാൻഡുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് തീരെ വണ്ണം കുറഞ്ഞിട്ടുള്ള ടൈപ്പ് ഹെയർ ബാൻഡാണ്. ഇതിലേക്ക് ഇതുപോലുള്ള ഗ്ലിറ്റർ ട്യൂബുകൾ ഇൻസേർട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണിത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോ കൂടി ചാനലിൽ ഇടാം. ഇത് നമുക്ക് ഒറ്റ കളറായിട്ടും അതല്ലെങ്കിൽ 2 കളർ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഗ്ലിറ്റർ ട്യൂബ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബീഡ്സൊക്കെ ഈ ഒരു ഹെയർ ബാൻഡിൽ കോർത്ത് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു റോള് ഗ്രീൻ ടാപ്പ് വാങ്ങിയിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റെമ്മിലൊക്കെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു, എല്ലാം തീർന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇതൊരു ഡബിൾ സൈഡ് ടാപ്പാണ് കേട്ടോ. നമുക്ക് എൻഗേജ്മെൻറ്റ് ഹാമ്പറുകളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ആവശ്യം വരാറുള്ളത്. ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒരു റോളൊന്നും തികയാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഇത് വേണം. കസ്റ്റമർ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഇത് എക്സ്ട്രാ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ എൻഗേജ്മെൻറ്റ് ഹാമ്പറിന് മാത്രമല്ല, ഗിഫ്റ്റ് ഹാമ്പറുകൾ ചെയ്യുന്ന സമയത്തും ക്രാഫ്റ്റ് വർക്കിൻ്റെ സമയത്തൊക്കെ അത് ആവശ്യം വരാറുണ്ട്. ഇതും മറ്റൊരു ടൈപ്പ് ഡബിൾ സൈഡ് ടാപ്പ് തന്നെയാണ്. വോൾ ഹാങ്ങിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു റോളിന് 15 രൂപ 20 രൂപ ഒക്കെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ആ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് 60 രൂപ 70 രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ആരി വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ത്രെഡും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച സമയത്ത് അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടൈപ്പ് കട്ട് ബീഡ്സിൻ്റെ പാക്കറ്റും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് എക്സ്ട്രാ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കളേഴ്സ് നമുക്ക് ആ ഒരു ബോട്ടിലുള്ളത് തികയാതെ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് സെല്ലോ ടാപ്പാണ്. ഇതും നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തും എൻഗേജ്മെൻറ്റ് ഹാമ്പർ അതല്ലെങ്കിൽ ഗിഫ്റ്റ് ഹാമ്പറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ്. അപ്പോൾ അതും കൂടെ ഒരു റോള് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ടൈപ്പ് ഗ്ലൂ മാത്രം പോരാ കേട്ടോ, പല ടൈപ്പിലുള്ള ഗ്ലൂ നമുക്ക് ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതൊരു ബോട്ടിൽ വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഞാനിത് അധികം യൂസ് ചെയ്യാറുള്ളത്. ഇതിന് പകരം ഞാൻ നമ്മുടെ ഫെവിഗോളാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അത് കാണാതായപ്പോഴാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ 2 3D ഔട്ട്ലൈനർ വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം ഗോൾഡൻ കളറിലുള്ളതും ഒരെണ്ണം ഒരു പിങ്ക് കളറിലുള്ളതുമാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഒരെണ്ണത്തിന് 20 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഇതൊരു പാക്കറ്റ് സ്റ്റോണാണ്. ഇത് 25 രൂപയാണ് ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത്. അങ്ങനെ ഇത്രയധികം സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. ക്രാഫ്റ്റ് വർക്കിന്, എൻഗേജ്മെൻറ്റ് ഹാമ്പർ ചെയ്യാൻ, ഗിഫ്റ്റ് ഹാമ്പറുകൾ, അതേപോലെ ഹെയർ ആക്സസറീസ് ചെയ്യാൻ, ആരി വർക്ക് ചെയ്യാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക്, പെയിൻറ്റിങ്ങിന്, അങ്ങനെ പല ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളുടെയും റേറ്റും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് ചോദിച്ചാൽ മതി. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടൺ ഹൗസിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നുള്ള ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും
ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.